വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതുപോലെ തന്നെ അതിൻ്റെ സയന്റിഫിക് നെയിമും ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോക്കി പോയാലോ. ആദ്യം നമുക്ക് ഇവിടെ നമ്മുടെ ടൊമാറ്റോ ഉണ്ട് അല്ലെ, നമ്മുടെ തക്കാളി നോക്കിയാൽ നിങ്ങൾ തക്കാളിയുടെ ഏതാ വരുന്നത്? സൊളാനം ലൈക്കോപേഴ്സിക്കം അല്ലെ, സൊളാനം ലൈക്കോപേഴ്സിക്കം ആണ് തക്കാളി വരുന്നത്. പൊട്ടാറ്റോ ആണെങ്കിലോ സൊളാനം ട്യൂബറോസം അല്ലെ, പൊട്ടാറ്റോ ആണെങ്കിൽ സൊളാനം ട്യൂബറോസം ആണ് വരുന്നത്. ഒണിയൻ ആണെങ്കിലോ എലിയം സെപ്പ അല്ലെ, എലിയം സെപ്പയാണ് ഒണിയൻ വരുന്നത്. ഗാർലിക് ആണെങ്കിൽ എലിയം സെറ്റൈവം വരുന്നുണ്ട് അല്ലെ. ആപ്പിൾ ആണെങ്കിലോ മാലിസ് പിമീല വരുന്നുണ്ട് അല്ലെ. ബനാന നോക്കിയേ, മ്യൂസ പാരഡീസിക്ക. ഓക്കെ, വാട്ടർമെലൺ, ഇത് വാട്ടർമെലൺ ആണ്, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. വാട്ടർമെലൻ എന്താ പറയുന്നത് നോക്കിയേ, സിട്രുലസ് ലാന്റാനസ് അല്ലെ. അത് കഴിഞ്ഞ് ഓറഞ്ച് അല്ലെ, ഓറഞ്ച് ഫിഗർ ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഓറഞ്ച് എന്താ നോക്കിയേ, സിട്രസ് സെനൻസിസ് അല്ലെ. അത് കഴിഞ്ഞ് മാംഗോ ഇവിടെ വന്നു കേട്ടോ കിടക്കുന്ന മാംഗോ. ഓക്കെ, മാംഗോ മാഗ്നിഫെറ ഇൻഡിക്ക, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലെങ്കിലും പഠിച്ചു വെക്കുക. അല്ലാണ്ട് കാണാണ്ട് പഠിച്ച് ഇത് ചോദിച്ചാൽ അതങ്ങനെ പെട്ടെന്ന് പറയുന്ന രീതിയിൽ പഠിച്ചില്ലെങ്കിലും കാണുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ടൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ, ക്യാരറ്റ് ഗ്രാസ് അല്ലെ. ക്യാരറ്റ് ഗ്രാസ് നോക്കിയേ, ഇവിടെ നമുക്ക് ക്യാരറ്റ് ഗ്രാസ് ഉണ്ട്. ക്യാരറ്റ് ഗ്രാസിന്റെ എന്താ വരുന്നത് നോക്കുവാണെങ്കിൽ പരന്തീനിയം ഹിസ്റ്ററോഫോറസ് അല്ലെ, പരന്തീനിയം ഹിസ്റ്ററോഫോറസ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ലെമൺ ആണെങ്കിലോ സിംപപോഗോൺ സിട്രസസ് വരുന്നുണ്ട് അല്ലെ. സിംപപോഗോൺ സിട്രസസ് വരുന്നുണ്ട്. സിട്രട്ടസ് വരുന്നുണ്ട്. സിട്രസസ് എന്ന് പറയുന്ന പോലെ തോന്നിയോ, സിട്രട്ടസ് ആണ് കേട്ടോ. ഓക്കെ, ലോൺ ഗ്രാസ് പൊയേസി ആണ്. ഓക്കെ, കോക്കനട്ട് ആണെങ്കിലോ കോക്കസ് ന്യൂസിഫറയാണ് അല്ലെ. അശോക ട്രീ സരാക്ക അശോക അല്ലെ. ഓസ്ട്രേലിയൻ പൈൻ അല്ലെ, ഓസ്ട്രേലിയൻ പൈൻ ഇത് ഇവിടെ കാണുന്നതാണ് കേട്ടോ, ഓസ്ട്രേലിയൻ പൈൻ. ഓക്കെ, അശോക ട്രീ ആണ്, ഇത് ഓസ്ട്രേലിയൻ പൈൻ. ഓക്കെ, കസുനേരിയ അല്ലെ, കസുവേറിന ആണ് ഏത് വരുന്നത്, ഓസ്ട്രേലിയൻ പൈൻ വരുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് കാർനേഷൻ ഉണ്ട് അല്ലെ. നോക്കിയേ, ഡയാന്തസ് ആണ് കാർനേഷൻ വരുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ അവക്കാഡോ ഇതാണ് കാർനേഷൻ. ഓക്കെ, അത് നമ്മുടെ അവക്കാഡോ ആണെങ്കിൽ നോക്കിയാൽ നിങ്ങൾ പെർസിയ അമേരിക്കാന അല്ലെ. അത് കഴിഞ്ഞിട്ട് ഡഫോഡിൽ അല്ലെ, ഇതെങ്ങനെ കാണുന്ന ഡഫോഡിൽ ഫ്ലവർ ആണ്. നാർക്കസസ്. ഓക്കെ, നാർക്കസസ് സ്യൂഡോ നാർക്കസസ് എന്നാണ് പേര് വരുന്നത് കേട്ടോ, സ്യൂഡോ നാർക്കസസ്. ഓക്കെ, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണേ, ഫസ്റ്റ് ലെറ്റർ ജീനസ് ലെറ്റർ നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും കേട്ടോ, ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും വരുന്നുണ്ടാവുക. ഇനി ലില്ലിയം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, ഇത്രയും എണ്ണം പഠിച്ചു വെക്കണം. ഓക്കെ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് കാണാണ്ട് ഇത് അങ്ങനെ പഠിച്ചില്ലെങ്കിലും എന്ത് ചെയ്താൽ മതി, കാണുമ്പോൾ നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതായിരിക്കും എന്നുള്ള രീതിയിലെങ്കിലും പഠിച്ചു വെക്കാം. ഓക്കെ, കോഡൊക്കെ ഇട്ട് വെച്ച് പഠിക്കാം, കുഴപ്പമില്ല. ലാസ്റ്റ് കോഡ് മറന്നു പോവാ, അല്ല കോഡ് ഓർമ്മയുണ്ടാവും, പക്ഷെ എന്താണ് എന്തിനായി കോഡ് ഇട്ടേന്ന് മറന്നു പോകും. ഓക്കെ, ആ ഒരു അവസ്ഥയിൽ ഇല്ലാതിരുന്നാൽ മതി. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന കോഡൊക്കെ ഇട്ട് പഠിക്കാം, പക്ഷെ കുഴപ്പമില്ല. ആകെ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, കോഡ് ഏതിന് ഇട്ടു അല്ലെങ്കിൽ എന്താണ് കോഡ്, എന്താണ് ആൻസർ എന്ന് കൂടെ ഓർമ്മ വേണം. ഓക്കെ, അല്ലാതെ കോഡ് മാത്രം ലാസ്റ്റ് ഓർമ്മയുണ്ട്, ആൻസർ മറന്നു പോകുന്ന അവസ്ഥ ആവരുത് കേട്ടോ. ഇനി ന്യൂട്രിയൻസ് അല്ലെ, നമുക്കറിയാം പ്ലാന്റ്സിന് മാക്രോ ന്യൂട്രിയൻസും വേണം മൈക്രോ ന്യൂട്രിയൻസും വേണം അല്ലെ. മാക്രോ ന്യൂട്രിയൻസ് നമുക്ക് എവിടെ നിൽക്കാം, എയർ വാട്ടർ അല്ലെ. മാക്രോ ന്യൂട്രിയൻസ് സോയിലുണ്ട് അല്ലെ, നമ്മുടെ ഇത്രയും എലമെന്റ്സ് നമുക്ക് സോയിൽ നിന്നുള്ളതാണ് അല്ലെ. ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, മാക്രോ ന്യൂട്രിയൻസ് ഇത്ര എണ്ണം ഉണ്ടെന്ന് വെറുതെ ജസ്റ്റ് മനസ്സിലാക്കി. നമ്മൾ സിങ്കും മാഗ്നീസും അതുപോലെ തന്നെ കാൽഷ്യവും ഓക്കെ, മെഗ്നീഷ്യവും ഓക്കെ, സൾഫറും ക്ലോറിനും അയണും ഓക്കെ, കോപ്പറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. ഓക്കെ, ഫോസ്ഫറസും. അപ്പോൾ എന്ത് ചെയ്യുക, നോക്കി വെച്ചാൽ മതി. ഇനി അടുത്ത നോക്കിയേ, അഗ്രോണോമി. ഓക്കെ, അഗ്രോണോമി എന്ന് പറയുന്നത് ദ അപ്ലിക്കേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് സോയിൽ സയൻസ് ടു ക്രോപ്പ് പ്രൊഡക്ഷൻ. ഓക്കെ, ക്രോപ്പ് പ്രൊഡക്ഷന് നമ്മൾ പ്ലാന്റിന്റെയും സോയിൽ സയൻസിന്റെയും ഓക്കെ, പ്ലാന്റ് സയൻസും സോയിൽ സയൻസ് ഒക്കെ അപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ക്രോപ്പ് പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അഗ്രോണോമി എന്ന് പറയുന്നത് കേട്ടോ. ദ അപ്ലിക്കേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് സോയിൽ സയൻസ് ടു ക്രോപ്പ് പ്രൊഡക്ഷൻ. ഓക്കെ, ഇനി നമ്മൾ ന്യൂട്രിയൻസ് ഒന്നുകൂടെ നമുക്ക് പഠിക്കാം. അപ്പോൾ പ്ലാന്റ് ന്യൂട്രിയൻസ് ഒക്കെ നമ്മൾ മാക്രോയും മൈക്രോയും നമുക്ക് പഠിക്കാം. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയ സെറോഫൈറ്റ് പ്ലാന്റ്സ് അല്ലെ. സെറോഫൈറ്റ് പ്ലാന്റ്സ് എന്താണ്, ഹാവ് അഡാപ്റ്റേഷൻ ടു സർവൈവ് ഇൻ ആൻ എൻവയോൺമെന്റ് വിത്ത് ലിറ്റിൽ ലിക്വിഡ് വാട്ടർ അല്ലെ. വളരെ കുറച്ച് വെള്ളമുള്ള സ്ഥലത്ത് ജീവിക്കാൻ പറ്റുന്ന ടൈപ്പ് പ്ലാന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെറോഫൈറ്റ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ നോക്കിയേ, ഹാവ് അഡാപ്റ്റേഷൻ ടു സർവൈവ് ഇൻ ആൻ എൻവയോൺമെന്റ് വിത്ത് വെരി ലിറ്റിൽ വാട്ടർ അല്ലെ. ഇനി സച്ചാസ് എവിടെയൊക്കെ ആയിരിക്കും അത്, ഡെസേർട്ടിൽ അല്ലെ. ഡെസേർട്ടിൽ വളരെ കുറവ് വാട്ടറേ ഉള്ളൂ. സ്നോ അല്ലെങ്കിൽ ഐസ് കവേർഡ് റീജിയൻ അല്ലെ, ഇവിടേക്ക് എന്താണ് വളരെ കുറവ് വാട്ടറേ ഉള്ളൂ അല്ലെ. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്താ പറയാം, നമ്മുടെ കാക്ടസ് അല്ലെ, കാക്ടസ് പറയാം, കാക്ടേ അല്ലെങ്കിൽ കാക്ടസ് പറയാം, പൈനാപ്പിൾ ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ. ഇനി
ഹൈഡ്രോഫൈറ്റ് പ്ലാന്റ്സ് ആണെങ്കിലോ നോക്കിയേ, ഗ്രോസ് ഇൻ ഓർ ഓൺ വാട്ടർ അല്ലെ, വെള്ളത്തിൽ ജീവിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈഡ്രോഫൈറ്റ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. മീസോഫൈറ്റ് ആണെങ്കിലോ പ്ലാന്റ്സ് നീഡിങ് ഓൺലി എ മോഡറേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ, വളരെ മോഡറേറ്റ് എമൗണ്ടിൽ മതി എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയാ, മീസോഫൈറ്റ് പ്ലാന്റ്സ് എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ സെറോഫൈറ്റ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് വെള്ളത്തിൽ ജീവിക്കുന്നത് അല്ലെ, ഡെസേർട്ടിൽ അല്ലെങ്കിൽ ഐസ് കവേർഡ് സ്ഥലത്തൊക്കെ ജീവിക്കുന്നതാണ് സെറോഫൈറ്റ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഹൈഡ്രോഫൈറ്റ് ആണെങ്കിൽ വെള്ളം അല്ലെ, വെള്ളത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. മീസോഫൈറ്റ് ആണെങ്കിൽ വളരെ കുറച്ച് വെള്ളം മതി എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, ഹൈഡ്രോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോഫൈറ്റ്സ് ആർ പ്ലാന്റ്സ് ദാറ്റ് ലീവ് ഇൻ വാട്ടർ അല്ലെ, വെള്ളത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. മീസോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ദ പ്ലാന്റ്സ് ലിവിങ് ഇൻ മോഡറേറ്റ് എൻവയോൺമെന്റ് അല്ലെ, മോഡറേറ്റ് എൻവയോൺമെന്റിൽ ജീവിക്കുന്ന ആൾക്കാര്. സെറോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ദ പ്ലാന്റ്സ് ലിവിങ് സിവിയർലി ഇൻ ഡ്രൈ ടെറസ്ട്രിയൽ എൻവയോൺമെന്റ് അല്ലെ, വളരെ ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർ. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാം. ഇനി അടുത്തതിലോട്ട് പോയാലോ, കുറച്ച് ഫാക്റ്റുകൾ. ഓക്കെ, സ്മോളസ്റ്റ് ഫ്ലവറിംഗ് പ്ലാന്റ്. ഓക്കെ, നമ്മുടെ സ്മോളസ്റ്റ് ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഏത്, വുൾഫിയ എന്ന് പറയുന്നത്. ഓക്കെ, വുൾഫിയ ആണ് ഇത് സ്മോളസ്റ്റ് ഫ്ലവറിംഗ് പ്ലാന്റ് എന്ന് പറയുന്നത്. ടോളസ്റ്റ് പ്ലാന്റ് അല്ലെ, ടോളസ്റ്റ് പ്ലാന്റ് ആണ് ഇത് യൂക്കാലിപ്റ്റസ് അല്ലെ, ഗ്രീൻ ഗോൾഡ് എന്ന് പറയും. ഇറ്റ് ഇസ് ആൻ എലോങ്ങേറ്റഡ് ഇക്കോളജിക്കൽ ഡിസാസ്റ്റർ. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ, ടോളസ്റ്റ് ആൻഡ് തിക്കസ്റ്റ് ടൈപ്പ് ഓഫ് ഗ്രാസ് ആണ് ഇത് ബാംബു എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ് വിച്ച് ഈസ് സിന്തസൈസ്ഡ് ഇൻ ദ പ്ലാന്റ്സ് അല്ലെ, നമ്മുടെ ഏത് ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ് പ്ലാന്റ്സ് സിന്തസൈസ് ചെയ്യുന്നത് ചോദിച്ചാൽ ഗ്ലൂക്കോസ് ആണ്. ഓക്കെ, ഇനി മോസ്റ്റ് പ്രൊഡക്റ്റീവ് എക്കോസിസ്റ്റം ഇൻ ദ ബയോസ്ഫിയർ അല്ലെ, നമ്മൾ യൂസ്റ്ററി എന്ന് പറയും അല്ലെ. ഓക്കെ, യൂസ്റ്റേസ് ആണ് ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എക്കോസിസ്റ്റം. നമുക്കറിയാം, രണ്ട് സോൾട്ട് വാട്ടർ ഒക്കെ മിക്സ് ചെയ്ത് വരുന്നതാണ് അല്ലെ. ഇനി അടുത്ത നോക്കിയാൽ നിങ്ങൾ പ്ലാന്റ് പിഗ്മെന്റ്സ് വിച്ച് അബ്സോർബ് റെഡ് ആൻഡ് ഫാർ റെഡ് റീജിയൻ ഓഫ് ലൈറ്റ് ആണ് ഇത് ഫോട്ടോക്രോം എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിയേ, പ്ലാന്റ് പിഗ്മെന്റ്സ് വിച്ച് അബ്സോർബ് റെഡ് ആൻഡ് ഫാർ റെഡ് റീജിയൻ ഓഫ് ലൈറ്റ് ആണ് ഇത് ഫോട്ടോക്രോം. ഓക്കെ, ആ ഒരു പ്ലാന്റ് പിഗ്മെന്റ് ആണ് ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ചുമ്മാ ഫാക്ട്സ് ആണ്, ഇങ്ങനെ നോക്കി നോക്കി പോയാൽ മതി. ഇനി ഫാമിംഗ് അലോങ് വിത്ത് അനിമൽ ഹസ്ബൻഡറി അല്ലെ, ഫാമിംഗ് അനിമൽ ഹസ്ബൻഡറി ഒന്നിച്ചു കൊണ്ടുവന്നാണ് ഇത് മിക്സഡ് ഫാമിംഗ് എന്ന് പറയുന്നത് അല്ലെ. ടച്ച് മി നോട്ട് പ്ലാന്റ് അല്ലെ, ടച്ച് മി നോട്ട് പ്ലാന്റിന് ഏത് ടൈപ്പ് മൂവ്മെന്റ്സ് ആ ഉള്ളതെന്ന് ചോദിക്കുവാണെങ്കിൽ എന്താ പറയാ, സീസ്മോണാസ്റ്റിക് മൂവ്മെന്റ്സ് ആണ് അല്ലെ, സീസ്മോണാസ്റ്റിക് മൂവ്മെന്റ്സ് ആണ് ടച്ച് മി നോട്ട് പ്ലാന്റിനുള്ളത്. ഇനി ഡിസോൾവ്ഡ് ഓക്സിജൻ ലെവൽ ഫോർ സർവൈവൽ ഫോർ അക്വാറ്റിക് ഓർഗാനിസംസ് ആണ് 4 to 6 mg/L അല്ലെ. നോക്കിയാൽ നിങ്ങൾ ഡിസോൾവ്ഡ് ഓക്സിജൻ അല്ലെ, എത്ര ഓക്സിജൻ വേണമെന്ന് ചോദിക്കുകയാണെങ്കിൽ 64 mg/L ആണ് വേണ്ടത്. ഇനി ബോൺ ഇസ് യൂസ്ഡ് ആസ് എ ഫെർട്ടിലൈസർ. നമുക്കറിയാം ബോൺസിനെ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻ ദ പ്ലാന്റ് ന്യൂട്രിയൻ ഫോസ്ഫറസ് അല്ലെ, ഫോസ്ഫറസ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബോണിനെ ഒരു ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി യൂട്രോഫിക്കേഷൻ അല്ലെ, കേട്ടിട്ടുണ്ടാവല്ലോ. യൂട്രോഫിക്കേഷൻ എന്താ, റാപ്പിഡ്ലി ഗ്രോയിങ് മാസസ് ഓഫ് ഫൈറ്റോപ്ലാങ്ക്ടൺ കവറിംഗ് ദ സർഫസ് വാട്ടർ ഓഫ് എ ലേക്ക് ഓർ പോണ്ട് അല്ലെ. നമുക്കറിയാം ആൽഗൽ ബ്ലൂം എന്നൊക്കെ പറയും. ഓക്കെ, എന്താ സംഭവം, റാപ്പിഡ് ആയിട്ട് ഫൈറ്റോപ്ലാങ്ക്ടൺസ് നമ്മുടെ സർഫസ്, വെള്ളത്തിലെ സർഫസ് ഫുള്ള് കവർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത മെയിൻ പൊല്യൂട്ടൻ റെസ്പോൺസിബിൾ ഫോർ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി അല്ലെ, ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള പൊല്യൂട്ടൻ ഏതാണെന്ന് ചോദിച്ചാൽ മീഥൈൽ ഐസോസൈനേറ്റ് ആണ്. ഓക്കെ, മീഥൈൽ ഐസോസൈനേറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. ഓക്കെ, ഇനി കാഡ്മിയം പൊല്യൂഷൻ. ഓക്കെ, കാഡ്മിയം പൊല്യൂഷൻ നമുക്കറിയാം, നമുക്ക് പൊല്യൂഷൻ നോർമലി പൊല്യൂഷൻ ഉണ്ടാവുന്ന ഒരു രീതിയാണ് കാഡ്മിയം പൊല്യൂഷൻ. നമ്മുടെ സറൗണ്ടിങ്സ് ഒക്കെ റീസൺ ആയിട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ കാഡ്മിയം പൊല്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഇറ്റൈ ഡിസീസ് കോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കാഡ്മിയം പൊല്യൂഷൻ ലീഡ്സ് ടു ഇറ്റൈ ഡിസീസ്. ഓക്കെ, അതും കൂടെ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഈ ലാസ്റ്റ് പറഞ്ഞതൊക്കെ ജസ്റ്റ് ഫാക്റ്റുകളാണ്. അപ്പോൾ ഫാക്റ്റുകൾ പഠിക്കുന്ന പോലെ ഇതങ്ങനെ പഠിച്ചു പോയാൽ മതി കേട്ടോ. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട, ഇതിങ്ങനെ പറയുന്ന രീതിയിലൊക്കെ തന്നെ എന്ത് ചെയ്യുക, ഇങ്ങനെ പഠിച്ചു പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ പറഞ്ഞത്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് അനിമൽ കിങ്ഡം ആണ്. അപ്പോൾ പ്ലാന്റ്സ് ഏകദേശം നമുക്കൊരു സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, അനിമൽ കിങ്ഡം പഠിക്കാം. അത്യാവശ്യം കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ ശരി, ബൈ.